കേരള യൂണിവേഴ്സിറ്റിയിൽ ഭരണപ്രതിസന്ധി എന്ന വാർത്ത വരുന്നു. വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റിയിലെത്തിയിട്ട് ഒരു മാസമായി. ഇതോടെ 3500 ബിരുദ സർട്ടിഫിക്കറ്റുകൾ കെട്ടിക്കിടക്കുകയാണ്. 100ഓളം PhD സർട്ടിഫിക്കറ്റുകളിലും തീരുമാനം വൈകുന്നു. ഇതിനു പുറമെ പ്രധാന അക്കാദമിക് തീരുമാനങ്ങളും അനിശ്ചിതത്വത്തിലാണ്. ജനുവരി 27 സിൻഡിക്കേറ്റ് യോഗവും ഈ മാസം 4-ാം തീയതിയിലെ സെനറ്റ് യോഗവും മാറ്റിവെച്ചിരുന്നു. VC-ക്കെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, കേരള സർവകലാശാലയിൽ ഈ ഭരണപ്രതിസന്ധി ഉണ്ടാകുമ്പോഴും VC മോഹനൻ കുന്നുമേൽ എവിടെയാണ്? VC മോഹനൻ കുന്നുമേൽ ചില യാത്രകളിലാണെന്ന് അനൗദ്യോഗിക വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും മറ്റും പരാതിയും ആക്ഷേപവും പ്രതിഷേധത്തിനൊക്കെ കാരണം ഒരു മാസത്തോളമായി VC സ്ഥലത്തെത്തുന്നില്ല. VC ചുമതലകൾ വഹിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട സിൻഡിക്കേറ്റ് യോഗങ്ങൾ മാറ്റിവെക്കുന്നു, സെനറ്റ് യോഗം മാറ്റിവെക്കുന്നു, അക്കാദമിക് കൗൺസിൽ യോഗങ്ങൾ ചേരാനാകുന്നില്ല. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളും യൂണിവേഴ്സിറ്റിയിലെ ചലനാത്മകമാക്കേണ്ട പ്രധാനപ്പെട്ട യോഗങ്ങളിലേക്കും എത്താൻ കഴിയുന്നില്ല. പ്രധാന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് പരാതി. സിൻഡിക്കേറ്റ് യോഗം മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചു, സെനറ്റ് യോഗം മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചു. ഇതിൻ്റെയൊക്കെ ഫലം 3500ഓളം ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാനാകാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. 100ഓളം PhD സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. 250 ഗവേഷണ വിദ്യാർത്ഥികളുടെ തീരുമാനം സംബന്ധിച്ച് വരാനുണ്ട്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ നടപ്പാക്കാനാകുന്നില്ല എന്നതൊക്കെയാണ് VC എത്താത്തത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇടത് യൂണിയനുകളും, ഇടത് അധ്യാപക യൂണിയൻ അടക്കമുള്ളവർ, ഒപ്പം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും. സുജയ.